ഇവിടെ എത്തിയിട്ടുണ്ട് കലസ്ഥാനത്തേക്ക് ശ്രീ ശബരിനാഥനൊപ്പം ദിവ്യ സയ്യർദ. ഞങ്ങളുടെ മൽഹാർ ചീഫ് ഗസ്റ്റ് ആയിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മൽഹാർ നേരെ കിടന്നു. ചീഫ് ഗസ്റ്റ് എന്താ ഒന്നും മിണ്ടുന്നില്ലേ? എങ്ങനെയാ ഇപ്പോഴത്തെ ഈ ഒരു കലോത്സവത്തിന്റെ വൈബിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച്? 10 വർഷം ശേഷമാണ് ട്രിവാൻഡ്രത്തോട്ട് വരുന്നത്. അതെ അതെ, കഴിഞ്ഞ 2015-16 ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട്, പ്രത്യേകിച്ച് ധാരാളം വിദ്യാർത്ഥികൾ, കുട്ടികൾ, നാട്ടുകാർ, തിരുവനന്തപുരത്ത് സാധാരണ ഉള്ളതിനേക്കാളും വലിയൊരു ജനപ്രവാഹമുണ്ട്. നാട്ടുകാർ നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരംകാർ ഒന്നിനും പുറകിലല്ല എന്നുള്ളത് മറ്റാളുകളോട് സ്ഥായിയായിട്ട് നമ്മൾ പറയുക. സകല കലാവല്ലഭയുടെ അടുത്ത് നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയകാല എന്തെങ്കിലും കലോത്സവകാല ഓർമ്മകളൊക്കെ ശ്രീ ശബരിനാഥിന് പങ്കുവെക്കാനുണ്ടെങ്കിൽ? അത് ഞാൻ കൂടുതൽ സംഘാടനത്തിലും ഇതിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും കഴിഞ്ഞ തവണത്തെ പാർട്ടിസിപ്പന്റ് ആയ ഓർമ്മകളൊന്നുമില്ല. പാർട്ടിസിപ്പന്റ് ഞാൻ ICSE ആയിരുന്നു, അത് കഴിഞ്ഞ് CET ആയിരുന്നു. ആ സമയത്ത് എഴുത്ത വായന ടാലന്റ് എന്തെങ്കിലും ആ നിലയിൽ അത് ഞാൻ എഴുത്ത്, എസ്സേ, പ്രസംഗം, രചനാ മത്സരമാണ്. അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ ചോദിക്കില്ലല്ലോ സേഫ് ആക്കാനായിട്ട് രചനാ മത്സരം മാത്രം. 2015 ആ സമയത്ത് ഘോഷയാത്ര കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു. നല്ലൊരു ഘോഷയാത്ര, അതിന് നിവിൻ പോളിയൊക്കെയാണ് വന്നത്. അന്ന് VS ആയിരുന്നു അന്ന് സമാപനത്തിൽ. നല്ലൊരു പ്രോഗ്രാം ഇപ്പോഴും ഇവിടെ വെച്ച് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നന്നായിട്ട് തന്നെ വരട്ടെ, നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. അദ്ദേഹം അസ്വസ്ഥനാണെന്ന് ശരിയെന്ന്. അപ്പൊ ഞങ്ങളോട് ബൈ പറയാണ് അല്ലേ? അപ്പൊ ഞങ്ങളുടെ അടുത്ത സ്റ്റേജിലോട്ട് പോകണോ? അടുത്ത സ്റ്റേജിൽ കാത്തിരിക്കുന്നുണ്ട്. കാർത്തിക ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെ, കാർത്തിക മാത്രമല്ല, എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. ശരി, ഓക്കെ, താങ്ക് യു വെരി മച്ച് ശ്രീമതി ദിവ്യ സയ്യർ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ. കുടുംബം. താങ്ക് യു സർ.